വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് കീമൻ്റെ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് അഫ്ഗാനി കീമ ഉണ്ടാക്കിയെടുക്കാം. നോക്കാം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, കണ്ടോ ഓയിൽ നല്ല ചൂടായതുകൊണ്ട് ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് വെക്കാം. ഒരു 300 ഗ്രാം ബീഫുണ്ട്, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബീഫ് ഒന്നത് വെച്ചിട്ട് നന്നായി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞ് വെച്ചാൽ നമ്മളെ കീമ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ? ഇത് നമുക്ക് മാറ്റി വെക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സവാള വാട്ടിയെടുക്കാനുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. 2 വലിയ സവാള ഉണ്ട്. അപ്പോൾ തന്നെ 2-3 ചെറിയ വെളുത്തുള്ളി ഉണ്ട്. വാട്ടിട്ട് ഉള്ളി ഒന്ന് ഇങ്ങനെ കളർ മാറി വന്നാൽ വേണ്ടിയിട്ടുണ്ടോ. ഞാനേക്ക് 2 പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, അപ്പോൾ തന്നെ 2-3 ഏലക്കായി, കറിയാമ്പൂ 2-3 എണ്ണം, അത്രേ വേണ്ടുള്ളൂ. കുറച്ച് മല്ലിയില, ഇതും കൂടെ ഒന്ന് ഇതിലൊന്ന് വാടിക്കട്ടെ. ഇത് നമുക്കൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം അരച്ചെടുക്കാനുണ്ട്. ചൂടാക്കട്ടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതി കിട്ടാം. ഇതിലേക്ക് എന്തായാലും തൈര് വേണം. അതിനെക്കൊണ്ട് ഞാൻ തൈര് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ വിചാരിച്ചതാണ്. കണ്ടോ, ആ പാൻ തന്നെ വെച്ചിട്ടുള്ളത് അടുപ്പത്ത്. ഒറ്റ പാനിൽ തന്നെ എല്ലാം ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1/4 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തൈര്. അപ്പോൾ തന്നെ ഈ തൈരിലേക്ക് മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, കുറച്ച് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അപ്പോൾ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, എല്ലാം കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ നന്നായി ഉരുട്ടിയിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് അടുപ്പത്ത് കഴിഞ്ഞിട്ടൊന്ന് എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ കണ്ടോ, ഇത് എണ്ണൊക്കെ തെളിഞ്ഞ് വന്നുണ്ടോ. എന്നിട്ട് നമുക്ക് കൂട്ടിയിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം.
കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. അതിന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് മൂടി കൊടുക്കാം. നമ്മളെ കീമ തയ്യാറായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കേട്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ തന്നെ കുറച്ച് ഓറിഗാനോ ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. കണ്ടോ, കുറച്ചിട്ട് കൊടുക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ബീഫ് വേവുന്നില്ലെങ്കിൽ കുക്കറിലിട്ടിട്ട് വേവിപ്പിച്ചെടുത്താൽ മതിയേ. അപ്പം നമ്മൾക്ക് പാക്കറ്റിലൊക്കെ കിട്ടുന്ന ബീഫില്ലേ, ചെറിയതായിട്ടുള്ള അതൊന്നും കുക്കറിലിടേണ്ട ആവശ്യമില്ല. വേവാത്തതാണെങ്കിൽ കുക്കറിലിട്ട് കൊടുത്തിട്ട് വേവിപ്പിച്ചെടുത്താൽ മതി. ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കണ്ടോ, എന്തിനു കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും നമുക്ക്. കുറച്ച് മതിയല്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. കണ്ടോ, ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.